ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന ചെയ്തു വെക്കുന്നത്. ദിയ കൃഷ്ണ തന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്ളോഗ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിറന്നാൾ ആഘോഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആഹാര പിന്നെ നേറിപ്പോയിരിക്കുകയാണ്. ഇതെങ്ങനെ ലോട്ടറി എടുത്തൂടെ? ആവശ്യമില്ല, എന്നാലും ഒന്ന് എടുത്തു നോക്ക്, അടിച്ചാലോ. കാര്യം ആഹാരക്ക് ഇപ്പൊ അത്രയും ഭാഗ്യമുണ്ടെന്നേ. ചറപറാ ഏറിപ്പോവുകയാണ്. ഈ സൈഡ് നിൽക്കുന്നത് ഇവരുടെ അപ്പച്ചിയാണ്. ഓക്കെ, ഈ ഭാഗം എന്താണെങ്കിലും ഇപ്പൊ ഇവരുടെ വീഡിയോക്കകത്തില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടു പ്ലേ ചെയ്യാം. അപ്പച്ചി ആ ഒരു ഫ്രെയിമിൽ നിന്ന് അഹാനയ്ക്ക് മാറ്റണം. അതിനു വേണ്ടി കളിച്ച ഒരു പരിപാടി. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. അപ്പച്ചി അവിടെ നിന്ന് ഉമ്മിയെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അപ്പച്ചിയെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഫ്രെയിമിൽ നിന്ന് മാറ്റുന്നു. ഈ ചെറിയ മക്കൾ വളരുമ്പോ അല്ല അവരുടെ മക്കള് ഈ ഫോട്ടോ നോക്കിട്ട് ഇത് ആരാന്ന് ചോദിച്ചാ ഏത് വല്യച്ഛൻ, ഏത് ചെറിയച്ഛൻ, ഏതമ്മാവെന്ന് പറയാ. ഇത്രയും വലിയൊരു കുടുംബത്തിന്റെ ചരിത്രം വഷളാക്കണോ? വേണ്ട, ജോലിക്കാരും നിൽക്കണ്ട. എന്നാ അപ്പച്ചി അവിടെ ഇരുന്നേരെ എന്ന് പറഞ്ഞ് നൈസായിട്ട് അപ്പച്ചിയെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ഗൈസ്. ഇതാണ് പറയുന്നത് മണി കാൺ ബൈ ക്ലാസ്. അതിന് എങ്ങനെയൊക്കെ മിനുക്കിയെടുക്കാൻ ശ്രമിച്ചാലും അത് ഉണ്ടാവൂല. ആഗ്രഹമേ കുറെ സ്വത്തും മുതലും ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല. പൈസ ഇന്ന് വരും, നാളെ പോവും. ദുനിയാവിൽ അതിനേക്കാൾ വില മതിക്കാനാവാത്ത ഒന്നുണ്ട്. എന്താണെന്നറിയോ? സ്നേഹം. നിങ്ങൾക്ക് അതിന്റെ വില അറിഞ്ഞൂടാ. വീട്ടിലൊരു വേലക്കാരി ഉണ്ടെങ്കിൽ അവരെടുത്ത് പോലും ഞാൻ ഇങ്ങനെ പെരുമാറില്ല. 1,00,000 ഉറുപ്പ്യ തരാന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. നിനക്ക് എത്ര വയസ്സായി? ശരി, എപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നത്? ലൈഫിലൊരു പുരോഗമനമൊക്കെ വേണ്ടേ? എന്തിനു കൂടുതൽ പറയണം? അഹാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അമ്മ സിന്ധു കൃഷ്ണയും പറയുന്നുണ്ട്. അപ്പച്ചി അവിടെ നോക്കി നോക്ക്. അന്നേരം സിന്ധു കൃഷ്ണ എവിടെ പോയിരുന്നു? ഇവിടെ വേണ്ട, അവിടെ പോയിരുന്നു. ഇതിന്റെ ആവശ്യമില്ല. ഇവിടെ ആലോചിക്കണം, സ്വന്തം അപ്പച്ചിയാണ്. എന്റെ വീട്ടിലെ അപ്പച്ചിമാരെങ്ങാണായിരുന്നു കേട്ടോ കൊലപാതകം നടന്നേനെ. എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല. അയ്യേ, പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. എങ്കിൽ തന്നെ മാനാഭിമാനമുള്ള ആരെങ്കിലും ഈ മാതിരി പരിപാടി കാണിക്കൂടെ? വിളിച്ചു വരുത്തി കൊണ്ടുപോയിട്ട് അപമാനിച്ചു വിടുന്നതിന് തുല്യമല്ലേ? എടി, ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളത്. തള്ളേ, പാവ ദേവികരെ പുറത്ത് ഈ കുതിര കയറിയല്ലേ? മോഹൻ എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? അതെ, എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് നീ വിചാരിക്കണ്ട. എന്നെ നീ അവമാനിച്ചു എന്റെ മോൻ കുമാരനങ്ങാൻ അറിഞ്ഞ ആ നിമിഷം നിന്നെ വെട്ടിക്കൊല്ലൂടെ അവൻ. എല്ലാവരെയും ഞങ്ങൾ ഒരുപോലാണ് കാണുന്നത്, വേലക്കാരികളൊക്കെ ഒരുപോലാണ് കാണുന്നത്, വീഡിയോയിലൊക്കെ വന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. പക്ഷെ റിയാലിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്ക് മറ്റേ വി ആർ എലൈറ്റ് ഫാമിലി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ തള്ളി വരും. ഈ പണവും പത്രാസും വരുമ്പോ ചിലവന്മാർക്ക് അഹങ്കാരം കൊണ്ട് കണ്ണിന് തിമിരം വരും.